തദ്ദേശ തെരഞ്ഞെടുപ്പ് ക്രമീകരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വാർഡ് വിഭജനം സർക്കാർ സമയത്ത് തുടങ്ങിയില്ലെന്ന് ഇലക്ഷൻ കമ്മീഷനും ഹൈക്കോടതിയിൽ പറയുകയുണ്ടായി. അതേസമയം 2010 വിഭജന പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താനാകില്ലെന്ന നിലപാടിലാണ് സർക്കാർ. വാർഡ് വിഭജനത്തിൽ ഇടക്കാല ഉത്തരവ് മറ്റന്നാൾ ഉണ്ടാകുമെന്നും നമുക്കറിയാൻ സാധിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മുടെ കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്നും നടപടികൾ തുടരാൻ അനുവദിക്കണമെന്നുമുള്ള സർക്കാർ ആവശ്യത്തിന്മേലാണ് ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായത്. 2010 വിജ്ഞാപന പ്രകാരം മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താനാവൂ എന്നും പുതിയ വിജ്ഞാപന പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ 6 മാസത്തെ സമയം വേണ്ടിവരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ വർഷമെങ്കിലും തുടങ്ങേണ്ടിയിരുന്ന വാർഡ് വിഭജന നടപടികൾ ഈ വർഷം മെയ് മാസത്തിലാണ് തുടങ്ങിയത്. ഒക്ടോബർ 31 മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടെന്നും കമ്മീഷൻ കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ കമ്മീഷന്റെ വാദം തെറ്റാണെന്ന് സർക്കാരിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ വാദിച്ചു. 86 ദിവസം കൊണ്ട് വാർഡ് വിഭജനം പൂർത്തിയാക്കാമെന്നും പുതിയ 28 മുനിസിപ്പാലിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളതിനാൽ 2010 വിജ്ഞാപന പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും AG പറഞ്ഞു. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ അധിക ജീവനക്കാരെ നിയോഗിക്കുമെന്നും കോടതി അനുവദിച്ചാലേ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്താനാവൂ എന്നും സർക്കാർ അറിയിച്ചു. എന്നാൽ കോടതിയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നീട്ടാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് എതിർകക്ഷികൾ ആരോപിച്ചു. വിശദമായ വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഇടക്കാല വിധി പറയാനായി മറ്റന്നാളത്തേക്ക് മാറ്റി. കോടതി വിധിക്ക് ശേഷം പലതും തുറന്നു പറയുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. എന്നാൽ വാർഡ് വിഭജനം നടപ്പിലാക്കുകയെന്ന സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി KC ജോസഫും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മോടൊപ്പം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന പ്രഗത്ഭർ അഡ്വക്കേറ്റ് PA സലീം KPCC സെക്രട്ടറിയാണ്. അതോടൊപ്പം അഡ്വക്കേറ്റ് JR പത്മകുമാർ BJPയുടെ സംസ്ഥാന നേതാവാണ്. ശ്രീ VS പത്മകുമാർ CPMനെ പ്രതിനിധീകരിച്ച് നമ്മുടെ ചർച്ചയിലുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും ഒപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. മുസ്ലിം ലീഗിൽ നിന്ന് ശ്രീ K N ഖാദർ MLA പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് സുപ്രീം കോടതി അഭിഭാഷകനാണ്. അദ്ദേഹം നമ്മുടെ ചർച്ചയിലുണ്ടാവും. VS സുനിൽകുമാർ MLAയും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം തന്നെ നമുക്ക് അഡ്വക്കേറ്റ് PA സലീമിലേക്ക് പോവാം. ഈ തെരഞ്ഞെടുപ്പ് ക്രമീകരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മൾ പൊതുവെ വിലയിരുത്തിയിരുന്നത്. പക്ഷേ ആദ്യം ഹൈക്കോടതിയിൽ പോയ കേസിൽ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അപ്പീൽ പോകാൻ തീരുമാനിക്കുകയായിരുന്നു. വാർഡ് വിഭജനം സർക്കാർ സമയത്ത് തുടങ്ങിയില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അപ്പീൽ പോകൽ ഉണ്ടായത്. അതേസമയം ഈ 2010 വിഭജന പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും ഇലക്ഷൻ കമ്മീഷനും കോടതിയും വാക്കൽ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. എങ്കിലും ചില സമ്മർദ്ദങ്ങളുടെ ഫലമായി അല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങളെ തുടർന്ന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് അന്ന് അപ്പീൽ പോകണമെന്ന് നിർബന്ധമായി ആവശ്യപ്പെട്ടത്. അത് ഞങ്ങൾ ടെലിവിഷനിലൂടെ കാണിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു ഇടക്കാല ഉത്തരവ് വരാനിരിക്കുകയാണ്. തീർച്ചയായും ഹൈക്കോടതിയിൽ നിന്ന് ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയ്ക്ക് വകയില്ലതാനും. എങ്ങനെ കാണുന്നു? അല്ല, പ്രദീപ് സൂചിപ്പിച്ച പോലെ ഗവൺമെന്റിന് പ്രതികൂലമായ ഒരു പരാമർശവും സോഫാർ കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന് ഷെഡ്യൂൾ പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമായി ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അതൊരു പുതിയ വാർത്തയോ ഒരു പുതിയ വിവരമോ അല്ലെങ്കിൽ ഒരു പുതിയ നിയമവ്യാഖ്യാനമോ ഒന്നുമല്ല. ഇവിടെ പക്ഷേ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ ഗ്രൗണ്ട് റിയാലിറ്റിയോട് ഇലക്ഷൻ കമ്മീഷൻ കാണേണ്ടി വരും. 2010 ആ വാർഡ് വിഭജനം അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ കേരള സർക്കാർ രൂപീകരിച്ച മുനിസിപ്പാലിറ്റികൾ ആ തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുന്നു. അപ്പം മുനിസിപ്പാലിറ്റികളായി മാറിയ പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകൾ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് വേർപെടുത്തുകയെന്ന ഭരണഘടനാപരമായ ചുമതലയുണ്ട്. ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യത്തെക്കുറിച്ച് ഇതുവരെയും ഹൈക്കോടതി ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ അതെങ്ങനെ നേരിടണമെന്ന് പറഞ്ഞിട്ടില്ല. 2012 മുതൽ കത്തുകൾ അയക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. എന്തൊക്കെ എത്രയോ സമയം അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നിയമം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നീളുന്നത്. ഇത് കഴിഞ്ഞ വർഷവും ഇവിടെ VS പത്മകുമാറുണ്ടല്ലോ, കഴിഞ്ഞ വർഷവും ഈ ഒക്ടോബർ 2 എന്നുള്ള ആ ഒരു പവിത്രമായ ദിവസം അതങ്ങ് മാറി നവംബർ 1 പോയി. വീണ്ടും നവംബർ 1 വരാം. നവംബർ 1 എന്നുള്ള വേറൊരു 5 വർഷം കൂടി ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇലക്ഷൻ നീട്ടിവെക്കണം എന്നുള്ളൊരു ആലോചന ഉണ്ടോ? അതൊരു പരിഹാരമാണോ? അല്ല, ഇലക്ഷൻ നീട്ടിവെക്കണം എന്നൊരു ആലോചന അല്ല പ്രശ്നം. അപ്പൊ പെട്ടെന്ന് അതിലൊരു
ക്ഷീരമുള്ളവരടിയും ചുവട്ടിലും ചോര തന്നെ കൊതു തന്നെ ഊതെന്നുള്ള രീതിയിൽ പോകണ്ട. ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഇത് ഒരു കാലികമായ ജനങ്ങളുടെ ആവശ്യമുണ്ട്. ഇവിടെ സെൻസസ് അനുസരിച്ച് വാർഡ് വിഭജനം ഉണ്ടാവണം. അതൊക്കെ അവകാശമാണ്. പക്ഷേ ശ്രീ വി എസ് പത്മകുമാറിന് പറയാൻ സാധിക്കും, ഡീലിമിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ച ഒരു മാസം മുമ്പ് എങ്ങാണ്ടാണ് അല്ലേ? ഡിലിമിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ഏപ്രിൽ 3 മാസം മുമ്പ്. ഈ 2015 ഇപ്പം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത് ദിവസം പെട്ടെന്ന് പഞ്ചായത്ത് ഡയറക്ടർ ഇത് വന്നതിന് ശേഷമാണ്. ശ്രീ പത്മകുമാർ പറയും, ഇദ്ദേഹം പറഞ്ഞ ശ്രീ സലീം പറഞ്ഞ പോയിന്റ്, അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് പുതിയ സംഭവമല്ല, തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാം. പക്ഷേ കോടതി അംഗീകരിക്കുന്നില്ല, ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നില്ല, ഇലക്ഷൻ കമ്മീഷനും അംഗീകരിക്കുന്നില്ല. അല്ല, അതൊരു മഹാപാതകമല്ലെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അതിന്റെ രാഷ്ട്രീയം കൂടി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നത്. 1-2 ദിവസം നീളുന്നത് ഈ സലീമിന്റെ പാർട്ടിയും എപ്പോഴും ഈ ലോക്കൽ ബോഡിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോൾ പറയുന്നത് 73-74 ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ചാണ്. 73-74 ഭരണഘടനാ ഭേദഗതിയുടെ കാതലെന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഇലക്ഷനാണ്. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല. കൃത്യമായിട്ട് നടത്തേണ്ടതാണ്. ആ നടത്തുന്നതിന് വേണ്ടിയുള്ള താല്പര്യം ഗവൺമെന്റിന് ഉണ്ടാവണം. ഗവൺമെന്റിന് ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ 2 കൊല്ലത്തിന് മുമ്പ് കത്തയച്ചത്. അദ്ദേഹം തന്നെ പറയുകയാണ്, കത്തയച്ചിട്ടും പല കാര്യങ്ങളിലും ഗവൺമെന്റ് മുഴുകിപ്പോയതുകൊണ്ട് 3 വട്ടം റിമൈൻഡർ ലെറ്റേഴ്സ് അയക്കുകയാണ്. എന്നിട്ട് പോലും ഗവൺമെന്റിന് അധികാരമുള്ള പുതിയ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകളെ പരിവർത്തനപ്പെടുത്തൽ, പുതിയ മുനിസിപ്പാലിറ്റികളുടെ രൂപീകരണം, പുതിയ കോർപ്പറേഷന്റെ രൂപീകരണം, വാർഡുകളുടെ രൂപീകരണം, ഇതിലൊന്നും ഒരു ശ്രദ്ധയും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. ശ്രദ്ധിക്കാതിരുന്നത് യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ട് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഞങ്ങൾ ഉന്നയിച്ച വാദം അത് തന്നെയാണ്. ആ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഡിവിഷണൽ ബെഞ്ച് അംഗീകരിച്ചിരിക്കുകയാണ്. ഡിവിഷണൽ ബെഞ്ചിൽ ഈ അപ്പീൽ പെറ്റീഷനോടൊപ്പം തന്നെ ഒരു ഇന്റർവ്യൂ ആപ്ലിക്കേഷനും കൂടി ഇന്റർവ്യൂ സ്റ്റേക്ക് വേണ്ടി ഗവൺമെന്റ് മൂവ് ചെയ്തിരുന്നു. ഇന്നലെയാണെങ്കിൽ ബഹുമാനപ്പെട്ട AG ഏതാണ്ട് അരമണിക്കൂറിലധികം സമയമെടുത്താണ് ഒരു സ്റ്റേ മൂവ്മെന്റിന് വേണ്ടി പ്രയത്നിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നൽകിയില്ല. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞു, ഇതൊരു സീരിയസ് അജണ്ടയാണ്, ഇന്ന് വാദം കേൾക്കാം. ഇന്നും അദ്ദേഹം ഹാജരായി. ഇപ്പൊ ഇന്നലെ സ്റ്റേ കൊടുക്കാത്തത് തന്നെ പ്രഥമ ദൃഷ്ടിയ AG പറഞ്ഞതിൽ ഒരു ശരിയുമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇന്ന് ഓപ്പൺ കോർട്ടിൽ അദ്ദേഹം പറയുകയാണ്, ഇലക്ഷൻ നടത്താനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനാണ്, അവർക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള അധികാരമുണ്ട്, ആ അധികാരം അവരാണ് നിറവേറ്റേണ്ടത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തലാണ്, ഗവൺമെന്റ് പരാജയമാണ്, അതിൽ ഒരു സംശയവുമില്ല. അഡ്വക്കേറ്റ് ജെ പത്മകുമാർ അദ്ദേഹം പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതിയിൽ നൽകിയ വാദത്തിൽ അല്ലെങ്കിൽ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് സർക്കാർ അലംഭാവം കാണിച്ചു, ഇക്കാര്യത്തിൽ ഗൗരവമായി ഒരു നിലപാടും തീരുമാനവും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഇപ്പൊ UDF ഗവൺമെന്റ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും പറ്റിയ ഒരു ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇവര് ഏതെങ്കിലും ഈ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ്. ഞങ്ങൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടിയത്. 86 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അമാനുഷികമായ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ, സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത സമയമാണ് ഇതുള്ളത്, അതുകൊണ്ട് ഇത് നടപ്പില ഈ സമയത്ത് ഇനി പുതിയ വാർഡ് വിഭജനവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്, കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പ് സമയത്ത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഇതേപോലെ അബദ്ധം ഈ പ്രശ്നമുണ്ടായി. വാർഡ് പുനർക്രമീകരണവുമായി ബന്ധപ്പെട്ട് അന്ന് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആ തെരഞ്ഞെടുപ്പ് നടത്തിയത്. തീർച്ചയായിട്ടും ഇപ്പോൾ കോടതി, സലീം നേരത്തെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സലീം പറഞ്ഞത് കോടതിയിൽ നിന്ന് ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. സിംഗിൾ ബെഞ്ചിന്റെ ആ ഗവൺമെന്റിന്റെ നടപടിയെ സ്റ്റേ ചെയ്ത് തന്നെ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അന്ന് കോൺഗ്രസിന്റെ പ്രതിനിധികളൊക്കെ പറഞ്ഞത്, എന്തായാലും ഞങ്ങൾ ജനാധിപത്യ ബോധം ഉൾക്കൊള്ളുകൾ, ഒരിക്കലും ഇതിന് അപ്പീൽ പോകാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കഴിയുന്നതിന് മുമ്പ് അപ്പീലുമായി ഗവൺമെന്റ് പോയി. അതിന് പോകാൻ തന്നെ കാരണം മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമാണ്. ഇന്ന് തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഫൈനൽ വിധി വരട്ടെ, ഞങ്ങൾ പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ രീതിയിൽ 2010 വാർഡ്
വാർഡിന്റെ ആ ലിമിറ്റ് വെച്ചുകിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ അവർ സന്നദ്ധരല്ല. കാരണം അവരെ പരാജയം മണക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഈ യഥാർത്ഥ ജനവിധിയെ അട്ടിമറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനം. ഒരുപക്ഷെ ശ്രീ പി കെ ഫിറോസ് നമ്മോടൊപ്പം ചേരുകയാണ്, യൂത്ത് ലീഗ് നേതാവാണ്. ശ്രീ ഫിറോസ്, ഇന്ന് തന്നെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി തന്നെ അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ കോടതി വിധി വന്നതിന് ശേഷം മുസ്ലിം ലീഗിന്റെ നിലപാട് അറിയിക്കാമെന്ന്. പക്ഷേ UDFന്റെ പല കേന്ദ്രങ്ങളിൽ നിന്നും നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് കോടതിയിൽ അപ്പീൽ, വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോയതെന്നാണ്. മുസ്ലിം ലീഗിന്റെ ഒരു താല്പര്യമാണെന്ന രീതിയിൽ ഇത് പ്രചരിക്കുന്നു. എങ്ങനെ കാണുന്നു? അല്ല, ഇത് മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് പിടിവാശിയൊന്നുമില്ല. കാരണം മുസ്ലിം ലീഗിന് ആകെ ഒരു വാശിയേ ഉള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു തീരുമാനമാണ് പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, അധികാര വികേന്ദ്രീകരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി. അത് UDF ഗവൺമെന്റിന്റെ നിലപാടാണ്. ബഹുമാനപ്പെട്ട MM ഹസനും അതുപോലെ UDF കൺവീനർ PP തങ്കച്ചനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് കൺവീനർ ആയിട്ടുള്ള ഉപസമിതിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ആ തീരുമാനമാണ് UDF എടുത്തത്. ആ തീരുമാനത്തിലാണ് UDF നിലകൊള്ളുന്നത്. മറ്റൊന്ന്, 2010 ഇലക്ഷനിലേക്ക് വാർഡ് വിഭജനം അനുസരിച്ച് ഇലക്ഷൻ നടത്തുന്നതിന് മുസ്ലിം ലീഗിനോ UDFനോ യാതൊരു പ്രയാസവുമില്ല. കാരണം ഇടതുപക്ഷം വിഭജിച്ചതായിട്ട് പോലും 2010 ഇലക്ഷൻ നടന്നപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി 70% പഞ്ചായത്തുകൾ വിജയിച്ച ചരിത്രമാണ് UDFനുള്ളത്. പക്ഷെ ഇപ്പോ ഒരു പിടിവാശി എന്ന് നിങ്ങൾ പറയുന്ന വാശി കാണിക്കുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം പുതിയ താലൂക്കുകൾ കൊണ്ടുവന്നതുപോലെ, പുതിയ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചതുപോലെ, പുതിയ ഗവൺമെന്റ് കോളേജുകൾ ഓരോ നിയോജകമണ്ഡലത്തിലും കൊടുത്തതുപോലെ, പുതിയ പ്രൈമറി ഹെൽത്ത് സെന്റർ കൊടുത്തതുപോലെ ജനങ്ങൾക്ക് വേണ്ടി പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കുകയാണ് UDF ചെയ്തത്. അത് മറ്റതൊക്കെ കോടതികൾ ഇടപെട്ട് തടഞ്ഞിരുന്നുവെങ്കിൽ അതിൽ അപ്പീൽ പോകുന്നത് പോലെ തന്നെയാണ് പുതിയ പഞ്ചായത്തുകളുടെ വിഷയത്തിൽ കോടതി ഇടപെട്ടപ്പോഴും UDF ഗവൺമെന്റ് സ്വീകരിച്ചത്. ശ്രീ പി കെ ഫിറോസ്, ഒരു നിമിഷം ശ്രീ ഫിറോസ്, താങ്കൾ പറയുന്നതെല്ലാം നമുക്ക് വളരെ വ്യക്തവും കൃത്യവുമാണ്. പക്ഷേ ഒരു തരം ഇന്നത്തെ ശ്രീ KPA മജീദ്, താങ്കളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വല്ലാത്ത പ്രകോപനം ശ്രദ്ധിക്കപ്പെട്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ശ്രീ KPA മജീദ് എന്ത് പറയുന്നു? ഈ ലീഗിന്റെ ഭാഗത്തോ ലീഗാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ചില പത്രമാധ്യമങ്ങളും ചില ആളുകളും പ്രചരണം നടത്തുന്നുണ്ട്. അത് ഇന്നത്തെ കോടതി വിധിക്കനുസരിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്താ സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾ പറയും. മുന്നണിക്കാലത്തിൽ യോജിച്ച അഭിപ്രായമാണ്. പക്ഷെ ഇത് ലീഗിന്റെ കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായത് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് മറുപടി ഞാൻ പറയും. ശ്രീ പി കെ ഫിറോസ്, ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് ലീഗിന്റെ ഒരു അല്ലാത്ത സമ്മർദ്ദത്തെ തുടർന്ന് ചെയ്യേണ്ടി വന്നത് അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നു. അത് ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് കോടതിയിൽ ബുദ്ധിമുട്ടുന്നു വാദിക്കാൻ വേണ്ടി. അല്ല, അത് UDF എടുത്തൊരു തീരുമാനത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംബന്ധിച്ച് മറ്റന്നാളത്തെ കോടതി വിധി കൂടി പുറത്തു വന്നതിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി പ്രതികരിക്കാം. അത് സംബന്ധിച്ച് ഇപ്പോഴെന്തെങ്കിലും ഞാൻ പറയുന്നത് ഉചിതമാവില്ല. അത് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നതിന് ശേഷം മാത്രമേ പ്രതികരിക്കുള്ളൂ. ഏതായിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് മാത്രം സ്വന്തമായി ഒരു അഭിപ്രായമില്ല. UDF എടുത്ത തീരുമാനമാണ്. UDFന്റെ തീരുമാനം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് വിട്ടുകൊണ്ടുപോകുന്നതല്ല ഈ പഞ്ചായത്ത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം കാര്യക്ഷമമാക്കാൻ വേണ്ടിയാണ്. മറിച്ചുള്ള പ്രചരണം ഇപ്പം ഇടതുപക്ഷം തന്നെ നിങ്ങൾ നോക്കൂ. ഇടതുപക്ഷം പ്രധാനമായി 2 വാദങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, അവർ പറഞ്ഞത് അശാസ്ത്രീയമായ വിഭജനമാണ് പഞ്ചായത്തുകൾ, ഭൂമിശാസ്ത്രപരമായ അതിരുകൾ നോക്കിയില്ല. 2, ജാതി മതം നോക്കിയിട്ടാണ് മുസ്ലിം ലീഗ് ഇവിടെ പഞ്ചായത്ത് വിഭജനം നടത്തിയതെന്നാണ്. ഈ 2 വാദവും കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഒരു സാങ്കേതിക പ്രശ്നം മാത്രം ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടായത്. പക്ഷേ അങ്ങനെ ഇടപെടലുണ്ടായപ്പോൾ ഇത് മുസ്ലിം ലീഗ് എന്തോ വലിയ പാതകം ചെയ്തു എന്ന രീതിയിലുള്ള ഒരു പ്രകടനം കേരളത്തിൽ അറിയാൻ. നേരത്തെ കാനം രാജേന്ദ്രന്റെ പ്രസ്താവന നമുക്കറിയാം. ന്യൂനപക്ഷത്തിന് ഇടതുപക്ഷം കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഭൂരിപക്ഷത്തിനൊരു സംശയം ഇടതുപക്ഷത്തെ കുറിച്ചുണ്ട് എന്ന് കാനം രാജേന്ദ്രൻ പ്രസ്താവന നടത്തുന്നു. തൊട്ടു പിന്നാലെ തോമസ് ഐസക് ഇവിടെ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ മാത്രം പഞ്ചായത്ത് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് വർഗീയമായ ഒരു ചേരിതിരിവുണ്ടാക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് ജനോപകാരപ്രദമായി എടുക്കുന്ന നിലപാടുകളെ പോലും ഇത്തരത്തിൽ സാമുദായികമായ ചേരിതിരിവിന് ഉപയോഗപ്പെടുത്തി കേരളത്തിൽ പുതിയ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ നിന്നും കരകയറാൻ ഇടതുപക്ഷം നടത്തുന്ന ഒരു ശ്രമം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പാർട്ടി ജനറൽ സെക്രട്ടറി കോടതി വിധി വന്നതിന് ശേഷം പുറത്തു പറയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും അത് സംബന്ധിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുന്നത്
ഉചിതമാവില്ല എന്നതുകൊണ്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇത് സംബന്ധിച്ചുള്ള കോടതിയുടെ താൽക്കാലിക വിധി വരാനായിട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ക്രമീകരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അല്ലെങ്കിൽ സർക്കാരിനാണോ അഡ്വക്കേറ്റ് ജനറലിനാണോ അതോ കോടതിക്കാണോ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മറ്റന്നാൾ വിധി പറയാൻ വേണ്ടി ഇത് മാറ്റിവെച്ചിരിക്കുന്നു. നവംബർ 1-നകം പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ സ്ഥാനം ഏറ്റെടുക്കേണ്ട സമയമായിരിക്കുകയാണ്. അതിനു മുൻപായി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള കൃത്യമായ നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ വാദിക്കുന്നത് അങ്ങനെയല്ല. വാർഡ് വിഭജനത്തിന്റെ കാര്യത്തിൽ കോടതി ഇടപെടണമെന്നാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ വാദം. നമ്മോടൊപ്പം ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ അഭിഭാഷകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ചേരുന്നു. ശ്രീ ദീപക് പ്രകാശ്, ഈ ഒരു വിഷയം കേരളത്തിന്റെ നമുക്കറിയാം, അധികാര വികേന്ദ്രീകരണം, പഞ്ചായത്തി രാജ് തുടങ്ങിയ വിഷയങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന്റെ ആവശ്യകത, ഇതെല്ലാം കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കും ഉൾപ്പെടെ മാതൃക കാണിച്ചിട്ടുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലാവുന്ന രീതിയിലേക്ക് നിയമത്തിന്റെ കുരുക്കുകളിലേക്ക് പെട്ടുകൊണ്ടിരിക്കുന്നത്. വാർഡ് വിഭജനം തുടങ്ങി കോർപ്പറേഷനിൽ നിന്ന് മുനിസിപ്പാലിറ്റികളാക്കി മാറ്റുന്നത് വരെയുള്ള ഒരുപാട് വിവാദങ്ങൾ അതിൽ കോടതി ഇടപെട്ടിരിക്കുന്നു. ഇപ്പോൾ സർക്കാർ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിട്ട് ആ അപ്പീൽ സ്റ്റേ ലഭിച്ചിട്ടില്ല. മറ്റന്നാൾ വിധി പറയാനിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? അതായത് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ അവകാശവും അധികാരവും ഇലക്ഷൻ കമ്മീഷനാണെന്ന് ഹൈക്കോടതി ഇന്ന് വാക്കാൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഇലക്ഷൻ കമ്മീഷന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. ഈ കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വലിച്ചിഴയ്ക്കാനോ ഇതിലേക്ക് ഇടപെടാനോ ഉള്ള ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി അല്ല കമ്മീഷനുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ പഞ്ചായത്തി രാജ് 1994 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട വ്യക്തമായ ഡ്യൂട്ടി, അവരുടെ കർത്തവ്യം അവർ വ്യക്തമായി ചെയ്യുന്നു എന്നതിലുപരി മറ്റൊന്നും ഇതിലുണ്ടാകുന്നില്ല. ഈ കേസിൽ വളരെ 2.5 വർഷം മുമ്പ് തന്നെ പല പ്രാവശ്യം ബന്ധപ്പെട്ട പഞ്ചായത്തി രാജ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടതാണ്. പല പ്രാവശ്യം റിമൈൻഡർ അയച്ചു കഴിഞ്ഞതാണ്. എന്നിട്ടും ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പോലും ഇത് പൂർണ്ണമായും തീരാത്ത അവസ്ഥയിൽ മുൻപ് അവൈലബിൾ 2010 അവൈലബിൾ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടത്താമെന്ന് കമ്മീഷൻ തീരുമാനിച്ചു. കമ്മീഷൻ അതിന് അധികാരമുണ്ട്, കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. കോടതിക്ക് അതിനപ്പുറം ഒന്നും പറയാൻ കഴിയില്ല. കാരണം കമ്മീഷന് രാഷ്ട്രീയമില്ല. കമ്മീഷന് എത്ര വാർഡിൽ ഏത് പാർട്ടി ജയിക്കുന്നു എന്ന കാര്യത്തിൽ കമ്മീഷനോ കോടതിക്കോ അഭിഭാഷകരായ ഞങ്ങളെപ്പോൾ ആളുകൾക്കോ ഒരു താല്പര്യവുമില്ല. ഇതിലാകെയുള്ള താല്പര്യം കൃത്യമായി ഭരണഘടന, അതേ പഞ്ചായത്തി രാജ് ആക്ട് പറയുന്ന ഡ്യൂട്ടി നിറവേറ്റപ്പെടുന്നുണ്ടോ, കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നടപ്പാക്കുന്ന ചുമതലയാണ് കമ്മീഷനുള്ളത്. അത് കൃത്യമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് കോടതിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതാണ് കോടതി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു തരത്തിലും സ്റ്റേ അനുവദിക്കാൻ കാരണം 69 പഞ്ചായത്തുകൾ, നമ്മളെ ട്രിവാൻഡ്രം മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ എന്നിവ മുറിച്ചു മാറ്റിക്കൊണ്ട് പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മുടെ മുൻ മന്ത്രി ഈ കാര്യത്തിൽ ഒരു CPM നേതാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ചില വീടുകൾ മാത്രം തിരിച്ചു മാറ്റിക്കൊണ്ട് വാർഡുകൾ ഉണ്ടാക്കുന്നു, ചില ഭാഗങ്ങൾ വളരെ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മാറ്റിക്കൊണ്ട് വാർഡ് രൂപീകരണം നടത്തുന്നു. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാത്ത രീതിയിൽ വിഭജനം നടന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോടതി പരിശോധിച്ച് കോടതിക്ക് ബോധ്യപ്പെട്ടു ഇതുപോലെ ഈ രീതിയിൽ വാർഡ് പോകുന്ന പക്ഷം ഒരു കാരണവശാലും ഇലക്ഷൻ നടത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് കോടതി ഇടപെട്ടത്. ഇപ്പോൾ സ്റ്റേ കൊടുക്കുന്നതിന് ഏറ്റവും ബേസിക്കായി കാണുന്ന ബാലൻസ് ഓഫ് കൺവീനിയൻസ് ആണ്. ഇപ്പോൾ ഇതുപോലുള്ള പുതിയ പഞ്ചായത്തുകൾ ഇല്ലാതെയായാൽ, പഴയ പഞ്ചായത്തുമായി ഇലക്ഷൻ നടത്തിയാൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കോടതി വ്യക്തമായി പരിശോധിച്ചു. ഇപ്പോൾ ഒരു തരത്തിലും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാമസ്വരാജ് അല്ലെങ്കിൽ ഓരോ ഗ്രാമത്തിലും ആ ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വ്യക്തമായി രൂപീകരിച്ച് നടപ്പാക്കേണ്ട ആവശ്യം ഉള്ള സ്ഥിതിക്ക് അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ജനാധിപത്യ സമ്പ്രദായത്തെ തീർത്തും തന്നെ ഇല്ലാതാക്കുന്നതിലായിരിക്കുമെന്ന് കോടതി കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനോ കോടതിക്കോ ഒരു താല്പര്യവുമില്ല. നിയമം അനുശാസിക്കുന്ന രീതിയിൽ, ഭരണഘടന അനുശാസിക്കുന്ന
മനസ്സിലാക്കുന്ന രീതിയിൽ കൃത്യമായി തന്നെ ഇലക്ഷൻ നടത്തണം എന്ന ദൃഢനിശ്ചയമാണ് കമ്മീഷനും കോടതിക്കുമുള്ളത്. ആ രീതിയിലുള്ള തീരുമാനങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ VS പത്മകുമാർ, താങ്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ആളാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ വീതം വെക്കുന്നതിനെതിരായി, മുനിസിപ്പാലിറ്റിയെ ഒരു ഭാഗം മുനിസിപ്പാലിറ്റി ആക്കുന്നതിനെതിരായി കേസ് നൽകി വിജയിച്ച ആളാണ്. പക്ഷേ കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റിൽ കോൺഗ്രസ് UDF പൊതുവെ അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു ന്യായീകരണത്തിന്റെ ഒരു ഭാഗം, ഓരോ ഗവൺമെന്റിന്റെ കാലത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനമുള്ള മേഖലകൾക്ക് അനുകൂലമായി വേണ്ട സംവിധാനങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളൊരു ആരോപണം. അതോടൊപ്പം ഈ അശാസ്ത്രീയമായ വിഭജനം എന്നുള്ള ആരോപണം ഈ ഒരു വിഷയത്തിൽ അത് മാത്രമാണോ, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമായ പരിഗണന ലഭിച്ചില്ല എന്നുള്ള ഒരു ആരോപണം, ഇത്തരം കാര്യങ്ങൾ ആണോ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്? അല്ല, കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെന്റുകൾ പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കുക, പുതിയ മുനിസിപ്പാലിറ്റികൾ ഉണ്ടാക്കുക, മുനിസിപ്പാലിറ്റികൾ അപ്ഗ്രേഡ് ചെയ്ത് കോർപ്പറേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഭരണ പ്രക്രിയയാണ്. അത് ഒരു ഗവൺമെന്റും ചെയ്യുന്നതിൽ ഒരു അപാകതയുമില്ല. അത് തെറ്റുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഫിറോസ് പറഞ്ഞതുപോലൊന്നുമല്ല, ഇപ്പോഴത്തെ പുതിയ പഞ്ചായത്തിന്റെ രൂപീകരണം, മുനിസിപ്പാലിറ്റിയുടെ രൂപീകരണം, അതെല്ലാം അശാസ്ത്രീയമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാക്കണമെങ്കിൽ, ഒരു പഞ്ചായത്ത് പുതുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷൻ അനിവാര്യമാണ് ഭരണഘടന അനുസരിച്ച്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 32 മുനിസിപ്പാലിറ്റികളിൽ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മുനിസിപ്പാലിറ്റിയും കോഴിക്കോട് 3 മുനിസിപ്പാലിറ്റിയും ഒഴിച്ചുള്ള ബാക്കിയുള്ള 28 മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം കോടതി അംഗീകരിച്ചിട്ടുള്ളത്. അതേ കോടതി തന്നെ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും കോർപ്പറേഷൻ പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയാക്കി തരം താഴ്ത്തിയതിനെ അംഗീകരിച്ചിട്ടുമില്ല. അതിന്റെ ആ തീരുമാനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ 243Q അനുസരിച്ച് നമ്മുടെ ഭരണ പ്രക്രിയയിൽ ഒരു പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി ആക്കാനും മുനിസിപ്പാലിറ്റിനെ കോർപ്പറേഷൻ ആക്കാനും ഒരു പ്രത്യേക പ്രൊവിഷനുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിനെ ടൗൺ പഞ്ചായത്തായിട്ടോ മുനിസിപ്പാലിറ്റി ആയിട്ടോ ഉയർത്താം, ഒരു മുനിസിപ്പാലിറ്റിയെ കോർപ്പറേഷനായിട്ട് ഉയർത്താം. പക്ഷേ കോർപ്പറേഷനെ മുനിസിപ്പാലിറ്റി ആക്കാൻ, മുനിസിപ്പാലിറ്റിയെ ടൗൺ പഞ്ചായത്താക്കാൻ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്താക്കാൻ നമ്മുടെ ഭരണഘടനയിൽ വ്യവസ്ഥയില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ വാർഡ് വിഭജനം പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? വാർഡ് വിഭജനത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? വാർഡ് വിഭജനം നടക്കാൻ പറ്റാത്തത് പ്രോപ്പറായിട്ട് ടൈംലി ഇലക്ഷൻ നടത്താൻ കഴിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നാവായിക്കുളം പഞ്ചായത്ത് ഡിവൈഡ് ചെയ്ത് ഒരു കുടവൂർ പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ 10-60 മുസ്ലിം ലീഗിന് ഒരു വാർഡിൽ ജയിക്കാൻ വേണ്ടി ഒരു 10-60 വീടുകളെ ഒരു വില്ലേജിൽ നിന്നും മാറ്റി മറ്റൊരു വില്ലേജിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. വില്ലേജ് നോട്ടിഫിക്കേഷൻ ഈ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തിന് അനിവാര്യമാണ്. 1994 നടത്തിയിട്ടുള്ള വില്ലേജ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഒന്നിലധികമോ റവന്യൂ വില്ലേജുകൾ ചേർന്നതാവണം ഒരു പഞ്ചായത്ത്. ഇപ്പോ ഒരു പഞ്ചായത്തിന് 2 വില്ലേജുകളുടെ അതിർത്തിയെടുത്ത് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഒരു 10-60 വീടുകൾ മറ്റൊരു വില്ലേജിൽ നിന്നും ഈ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന വില്ലേജിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരെയൊക്കെ നോക്കിയിട്ട് ജനങ്ങൾ അഭിപ്രായം പറയുക പതിവാണ്. കോൺഗ്രസിന് തന്നെ, ഞങ്ങളോടൊക്കെ രഹസ്യമായി പറയുന്നുണ്ട്, കോൺഗ്രസിന് തന്നെ പഞ്ചായത്ത് ഇലക്ഷന് മുസ്ലിം ലീഗിൽ ജയിക്കാൻ വേണ്ടി റവന്യൂ വില്ലേജുകളിൽ നിന്നും 10, 30, 40, 50 വീടുകൾ അടർത്തി മാറ്റി പുതിയ വാർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ആക്ഷേപമുണ്ട്. ഇത് LDFന്റെ ആക്ഷേപമല്ല, പഴയ മന്ത്രിയുടെ ആക്ഷേപവുമല്ല. ഇത് ചെയ്യാൻ മുസ്ലിം ലീഗ് തയ്യാറാവണമെന്ന് മാത്രമാണ്. ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഇന്നും ഹൈക്കോടതിയിൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞ 51 ദിവസം കൊണ്ട് വാർഡ് വിഭജനം പൂർത്തിയാക്കാമെന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് സമ്മതിക്കുന്നുമില്ല. സാധ്യതയുണ്ടോ? 51 ദിവസമല്ല, ഞാൻ മനസ്സിലാക്കി 86 ദിവസം എന്നാണ്. 3 മാസം. ഇന്ന് പറഞ്ഞ 51 ദിവസം കൊണ്ട് വാർഡ് വിഭജനം പൂർത്തിയാക്കാമെന്ന്. തീർച്ചയായിട്ടും അത് അസാധ്യമുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാന പ്രശ്നം ഇലക്ഷൻ നടത്തേണ്ട ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അപ്പീലിന്റെ വിധി എന്ത് തന്നെ ആയാലും ഇലക്ഷൻ കമ്മീഷന് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഹൈക്കോടതി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇലക്ഷൻ നടത്താനുള്ള ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. അതിനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ഗവൺമെന്റിന്റെ ഡ്യൂട്ടി. അല്ലാതെ ഗവൺമെന്റ് പറയുമ്പോൾ ഇലക്ഷൻ നടത്താനല്ല ഇലക്ഷൻ കമ്മീഷൻ. സർക്കാർ സഹകരിക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനാവുമെന്നും ഇലക്ഷൻ പറയുകയുണ്ടായി. ഒരു ഗവൺമെന്റ് ഭരണഘടനാപരമായ ബാധ്യത അതാണല്ലോ, ഫെയർ ആയിട്ട് ഇലക്ഷൻ നടത്തണം, ഇലക്ഷൻ കമ്മീഷൻ സഹായിക്കുക. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ സലീമിന്റെ പാർട്ടി എന്തിനിങ്ങനെ മുസ്ലിം ലീഗിന് കീഴടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഇന്ന് മന്ത്രി ജോസഫ് ഇതേക്കുറിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. മന്ത്രി ജോസഫിന്റെ അഭിപ്രായ പ്രകടനത്തിലേക്ക്. ഗവൺമെന്റിന്റെ തീരുമാനം തന്നെയാണ്. കോടതി അംഗീകരിച്ചതാണ് പുതിയ മുനിസിപ്പാലിറ്റികളുടെ തീരുമാനം. കോടതി അംഗീകരിച്ച കണ്ണൂർ കോർപ്പറേഷൻ തീരുമാനം. അതനുസരിച്ച് മുമ്പോട്ട് പോകണം. അല്ല പഴയതിലേക്ക് പോകുന്ന പ്രശ്നം ഗവൺമെന്റ് മുമ്പിലില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ക്രമീകരണത്തിൽ
ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ തീരുമാനമെടുക്കാമെന്നുള്ള സാഹചര്യമാണ് ഉള്ളതെന്നാണ് ഹൈക്കോടതി ഇന്ന് വാക്കാൽ അഭിപ്രായപ്പെട്ടത്. ഇതിന്റെ വിധി മറ്റന്നാൾ വരുന്നുണ്ട്. അതേസമയം വാർഡ് വിഭജനം സർക്കാർ സമയത്ത് തുടങ്ങിയില്ലെന്നുള്ള ഒരു ആരോപണം ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണെന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരിക. കാരണം 2012 മുതൽ നിരന്തരമായി സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്നും ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി വരെ രൂപീകരിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണെന്നുമാണ് യാഥാർത്ഥ്യം. അഡ്വക്കേറ്റ് പി എ സലീം KPCC സെക്രട്ടറിയാണ്. താങ്കൾക്ക് ഒരുപക്ഷെ കോൺഗ്രസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടിയോ താങ്കൾക്ക് പറയാവുന്ന വാദഗതികൾ എന്തൊക്കെയാണ്? അല്ല, ഒന്ന് ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ വൈകിയെന്നോ അതല്ലെങ്കിൽ ഈ പ്രക്രിയ തുടങ്ങി വെക്കാൻ സമയമെടുത്തെന്ന് പറയുന്ന യാതൊരു അടിസ്ഥാനമില്ല. ഇത് മുൻ വർഷങ്ങളിൽ ചെയ്തതിനേക്കാൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു ഈ ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്തത്. ഇവിടെ ഒരു പ്രസക്തമായ ഒരു ചോദ്യം, തെരഞ്ഞെടുപ്പിന്റെ ചുമതല തീയതികൾ തീരുമാനിക്കുക, ഇതിന്റെയൊക്കെ ഒരു പരമാധികാരം ആർക്കാണെന്ന് ചോദ്യമുണ്ട്. ഒരു തർക്കമില്ല, ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ ഉള്ളൂ അതാ പ്രശ്നമായത്. ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളോട് അക്കൗണ്ടബിൾ ഒന്നുമല്ല. താങ്കൾ പ്രതികരിക്കുന്നില്ല. അല്ല, ജനങ്ങളോട് അക്കൗണ്ടബിൾ ഇല്ല. പക്ഷെ ജനങ്ങളോട് ഞങ്ങൾ അക്കൗണ്ടബിൾ ആണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഏറ്റവും ഇലക്ഷൻ കമ്മീഷൻ പോട്ടെ, ഹൈക്കോടതിയിൽ കേസ് വന്നതാണ്, വിധി വന്നതാണ്. അല്ല പ്രദീപ്, എന്താണ് വീണ്ടും അപ്പീൽ പോവുകയാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അല്ല, സോ വാട്ട്? നിങ്ങൾ ഈ ഹൈക്കോടതിയിൽ ഈ കേസിന് നിങ്ങൾ കരുതുന്ന പോലെ ഇവിടെ ഈ VS പത്മകുമാർ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് ജയ പത്മകുമാർ പറഞ്ഞ പോലെ അവര് പറഞ്ഞ ഒരു ആസ്പെക്റ്റും ഹൈക്കോടതി ചർച്ച ചെയ്തിട്ടില്ല. അതിപ്പം VS പത്മകുമാർ പറഞ്ഞു അത് ടെക്നിക്കലാണ്. നോട്ടിഫിക്കേഷൻ വേണോ വേണ്ടായോ, അല്ലെങ്കിൽ കോർപ്പറേഷൻ തിരിച്ച് പഞ്ചായത്താക്കാൻ പറ്റുമോ, മുനിസിപ്പാലിറ്റി ആക്കാൻ പറ്റുമോ, അത്തരം കാര്യങ്ങളിലെ ഒരു ലീഗൽ കോംപ്ലിക്കേഷൻസോ അതിന്റെയൊക്കെ അംബിഗിറ്റിയോ ഒക്കെ ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഇതിലൊക്കെ ഒരു ജനകീയ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ തീരുമാനമെടുക്കാനുള്ള ബാധ്യത UDF ഗവൺമെന്റിനുണ്ട്. ഞങ്ങൾക്ക് ഉപസമിതിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. താങ്കളോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്, അതായത് ഒരു ജനാധിപത്യ പ്രക്രിയ വരെ പറഞ്ഞ കുറെ കാര്യം ജനകീയ സമ്മർദ്ദമല്ല, മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തില് നിയമം മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. KP മജീദ് വരെ പ്രകോപിതനാണ്. ഇതിൽ ചോര മണക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ മുസ്ലിം ലീഗ് എന്ന് ആവർത്തിച്ച് പറയുന്നതിന്റെ പിന്നിലെ ചേതവികാരം എനിക്ക് മനസ്സിലാവും, പ്രേക്ഷകർക്ക് മനസ്സിലാവും. ശ്രീ സലീം, ഞാൻ അങ്ങനെ ഒന്ന് വിശദീകരിച്ചോട്ടെ. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ? അദ്ദേഹമാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം മുസ്ലിം ലീഗ് പ്രശ്നം ഉണ്ടാക്കുമെന്നും മുസ്ലിം ലീഗിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യം നടക്കരുതെന്നും. കുറെ കാലങ്ങളായിട്ട് കോടതിയെയും വക്കീലന്മാരും ഉപയോഗിച്ച് ചെയ്യുന്നത് തന്നെയാണ്. മുസ്ലിം ലീഗിന് ഒരു വോട്ട് പോലെ എത്രയോ പഞ്ചായത്തുകൾ മുസ്ലിം ലീഗുകാർ പറഞ്ഞത് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. പകരം കോടതിയിൽ പോയി കേസ് തോൽക്കുക, അത്രേ ഉള്ളൂ. ഇത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താ, ശരിക്ക് ഈ തെരഞ്ഞെടുപ്പ് നല്ല ഫെയർ ആയിട്ട് ജനഹിതം നടപ്പിലാക്കണം, അതിന്റെ രീതിയിൽ നടപ്പിലാക്കണം, ഇലക്ഷൻ നടത്തണമെങ്കിൽ 3 വർഷം കുറഞ്ഞത് വേണം. 2012 തുടങ്ങിയാലേ ഇത് ഫെയർ ആയിട്ട് ഇലക്ഷൻ നടത്താൻ പറ്റൂ. ഇവര് UDF ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ഈ ഫെബ്രുവരി മാർച്ച് അതാണ് ചോദിക്കുന്നത്. ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ഈ പൊതുമരാമത്ത് പണി ചെയ്യുന്നത് സ്പീഡ് ചെയ്യുന്നത് പോലെ അവസാനം 2 മാസം കൊണ്ട് ഇത് ഒന്നും നോക്കാതെ സൂപ്പർവിഷൻ. അല്ല, ശ്രീ സലീം പറഞ്ഞ പോലെ താങ്കൾക്ക് തന്നെ പറയാം. അതായത് ചോര മണക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് ഇപ്പോൾ ചോര മണക്കുന്നുണ്ട്. ശ്രീ KP മജീദ് വളരെ പ്രകോപിതനാണ്. ചോര മണക്കുന്ന ഇനി കുറച്ചു കാലേ ഉള്ളൂ. അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം സാമാന്യ ജനതയ്ക്ക് ബോധ്യപ്പെടും. ശ്രീ VS പത്മകുമാർ, മുസ്ലിം ലീഗിന്റെ ഒരു വിഷയം ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട് തന്നെ ചില വാർഡുകൾ വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അത് മലപ്പുറത്തൊക്കെ ആണെങ്കിൽ ശ്രീ പത്മകുമാർ പറഞ്ഞത് എത്രയോ പഞ്ചായത്തിൽ മുനിസിപ്പൽ 16 വില്ലേജുകൾ പുതുതായി രൂപീകരിക്കാനുള്ള ശ്രമം നടന്നത് പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശ്രീ PS സലീം അദ്ദേഹത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമേ ഇത് പറയാൻ സാധിക്കുകയുള്ളെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാണ്. ചോര മണക്കുന്നത് മറ്റാർക്കുമല്ല. കാരണം UDF സംവിധാനം, ഗവൺമെന്റ് വളരെ ഞാണിന്മേലാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അവിടെ മുസ്ലിം ലീഗ് ആണെങ്കിലും ഇതുവരെ മാറിയില്ലേ, അതല്ലെന്നുള്ളത്. ആയിക്കോട്ടെ, അതല്ലെന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ UDF മുസ്ലിം ലീഗോ ജനഹിതമനുസരിച്ചല്ല ഈ പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ അധികാര വികേന്ദ്രീകരണം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ബഹുമാനപ്പെട്ട VK നായർ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ 2 പതിറ്റാണ്ടായി അധികാര വികേന്ദ്രീകരണം, പ്ലാൻ ഫണ്ടിന്റെ 40% തുക പഞ്ചായത്തുകൾക്ക് കൊടുക്കൽ, ജനകീയാസൂത്രണം, ഈ പ്രക്രിയ വഴി ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക
സർക്കാരായിട്ട് കേരളത്തിൽ ത്രിതല പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ നോക്കാനും പ്രാദേശിക വികസനങ്ങൾ നടത്താനും വേണ്ടുന്ന ഏറ്റവും വലിയ ഒരു സാന്നിധ്യമായിട്ട് പഞ്ചായത്തുകൾ മാറി നിൽക്കുമ്പോഴാണ് നവംബർ 1 പുതിയ ഭരണസമിതി അധികാരമേൽക്കേണ്ടതാണ് എന്ന കാര്യം ഗവൺമെന്റ് മറന്നുപോകുന്നത്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നല്ല ഹോംവർക്ക് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ 2 കൊല്ലത്തിന് മുമ്പ് കത്തയച്ചിട്ട് മറുപടി ഉണ്ടാകാത്തതുകൊണ്ട് 3 റിമൈൻഡർ അയച്ചത്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് 182 ദിവസം വേണമെന്നാണ്. ഇതുവരെ ബ്ലോക്കിന്റെ നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടില്ല. സലീം പറഞ്ഞ 28 മുനിസിപ്പാലിറ്റികളുടെ കാര്യം സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുന്ന അവസരത്തിൽ തന്നെ ഈ മുനിസിപ്പാലിറ്റികൾ വരണമെങ്കിൽ ഒരുപാട് പഞ്ചായത്തുകളെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒഴിവാക്കണം. അതിന് നോട്ടിഫൈ ചെയ്യണ്ടേ? നോട്ടിഫൈ ചെയ്താൽ 15 ദിവസം കഴിഞ്ഞാൽ പരാതി സ്വീകരിക്കാൻ പറ്റൂ. പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പരാതികളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് ഇത് പരിശോധിക്കാൻ 10-15 ദിവസം മിനിമം, ചിലപ്പോൾ 1 മാസം എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഫൈനൽ നോട്ടിഫിക്കേഷൻ വരണം. പിന്നെ ഒരുപാട് സമയം ആവശ്യമുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. 182 ദിവസം വേണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരിക്കലും കുറവായിട്ടുള്ള പ്രക്രിയയല്ല. 182 ദിവസം വേണമെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലാവധിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്താൻ അവർക്കൊട്ടും താല്പര്യമില്ല. ഒരു പക്ഷേ നമുക്ക് ഒരു ഇടവേള കൂടി എടുക്കാം. അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാവുന്നത് ഇപ്പൊ മുസ്ലിം ലീഗ് അവർക്ക് ആവശ്യമുള്ള വാർഡ് വിഭജനം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ, വില്ലേജുകൾ എന്നുള്ള രീതിയിൽ പറയുന്നതിനപ്പുറത്ത് ഇടക്കാലത്ത് ആവശ്യപ്പെട്ടിരുന്ന തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തരുത് എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസുമായി ഉള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂസിൽ. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കക്ഷിയാണ്, സംസ്ഥാന സർക്കാർ മറ്റൊരു കക്ഷിയാണ്. ഒപ്പം ഒരുപാട് മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളെയും പ്രതിനിധീകരിച്ച് ഒരുപാട് പേർ നൽകിയ ആ കേസിൽ സിംഗിൾ ബെഞ്ച് വിധിക്ക് എതിരായി അപ്പീൽ കൊടുത്ത കേസിലാണ് ഇപ്പോൾ മറ്റന്നാൾ വിധി വരാൻ പോകുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പക്ഷേ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മന്ത്രി കെ സി ജോസഫും അഭിപ്രായപ്പെട്ടിരിക്കുന്നു കൃത്യസമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ ബാധ്യസ്ഥമാണെന്ന്. അഡ്വക്കേറ്റ് പി എ സലീം, നടക്കുമോ കൃത്യസമയത്ത് തന്നെ? അതായത് നവംബർ 1 പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾ അധികാരത്തിലേറും എന്ന് തോന്നുന്നുണ്ടോ? അല്ലെ പ്രദീപ്, ഈ ഗവൺമെന്റ് നവംബർ 1 കേരളത്തിൽ പുതിയ ത്രിതല പഞ്ചായത്തുകൾ അധികാരത്തിൽ വരണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് ഇതിന്റെ എല്ലാ പ്രക്രിയകൾക്കും തുടക്കം കുറിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഞങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ അല്ല, ഞങ്ങളുടെ ഇപ്പൊ കോടതി പോയി ഞങ്ങളാണോ? രൂപീകരിച്ചു, പഞ്ചായത്തിൽ രൂപീകരിച്ചു. ഇത് സൗദേശം അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ എടുത്ത് കോടതിയിൽ പോകുന്നു. ആരാണ് ഈ കോടതി പോയിന്റ് പിന്നിലുള്ളത്? എന്റെ വലതുശ്രീക്കാണ് കോടതി പോയതാ. അപ്പൊ തെരഞ്ഞെടുപ്പ് ഇൻ ടൈമിൽ നടക്കണമെന്ന് CPM ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് പോകേണ്ട കാര്യമൊന്നും ഭരണഘടനാപരമായ ഒരു പ്രശ്നമാണ് ഉയർത്തിക്കാട്ടിയത്. അത് മാത്രമല്ല, താങ്കളുടെ അറിവിലേക്ക് ഇതിനു മുൻപ് നമ്മൾ ഒരു ദിവസം ഇതേ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്ന ഒരു യുവ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും അപ്പീലിന് പോലെന്നാ. താങ്കൾ സാക്ഷിയാണ് അല്ലെ? അപ്പീലിന് പോകുന്ന ഒരു നിലപാടേ കോൺഗ്രസ് പാർട്ടിക്കില്ല, KPCC പ്രസിഡന്റ് ഇല്ല എന്ന് പറഞ്ഞ പിറ്റേ ദിവസമാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്ന അപ്പീലിന് പോകുന്നത്. വിധി ഈ നമ്മുടെ നിയമ സംവിധാനത്തിൽ അവസാനത്തെ വാക്കാണോ? എത്രയോ വിധികൾ തിരുത്തിയിട്ടുണ്ട്. സലീമിന്റെ വാക്കുകളുടെ ആ വരികൾക്കിടയിൽ ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കി മനസ്സിലാവും ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഇത് കുഴപ്പം മുഴുവൻ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ പെടലിയിൽ വെച്ചു കൊടുത്തിട്ട് ഇത് ഇവർ രക്ഷപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് UDFന്റെ ഭാഗത്ത്. ഈ കഥയിൽ ഒരു കൃത്യമായ വില്ലൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സാഹചര്യങ്ങളാവാം, വിധിയാവാം. അല്ല എങ്കിൽ ഇപ്പോഴത്തെ ഭൗതിക സാഹചര്യങ്ങൾക്ക് വശംവദനായി ന്യായമായ കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരു സർക്കാരിന് ബാധ്യതയുണ്ടല്ലോ. പ്രദീപിന്റെ ചോദ്യം നവംബർ 1 തെരഞ്ഞെടുപ്പ് നടത്താൻ UDF ഗവൺമെന്റ് ബാധ്യസ്ഥമാണെന്ന് നവംബർ 1 മുൻപ് കെ സി ജോസഫിന് ഞങ്ങൾ അത് തന്നെയാണ് ലക്ഷ്യമിട്ടത്. ലക്ഷ്യമിട്ടതെന്നല്ല, ഉറപ്പായിട്ട് പറയുക. ഞങ്ങള് ഈ പുതിയ ഗവൺമെന്റ് ഈ സലീം പറയുന്നത് പോലല്ല കാര്യങ്ങൾ. എപ്പോഴെല്ലാം പുതിയ പഞ്ചായത്തും പുതിയ മുനിസിപ്പാലിറ്റിയും പുതിയ കോർപ്പറേഷനും വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ജനങ്ങൾ കോടതിയിലൊക്കെ പോകുന്നേ. അത് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും പരിശോധിക്കാൻ വേണ്ടി കോടതിയിൽ ഇപ്പം മാത്രമല്ലല്ലോ ഒരു പെറ്റീഷൻ വരുന്നത്, കോടതിയിൽ മുമ്പും വന്നിട്ടുണ്ടല്ലോ. പക്ഷേ വളരെ ഇലക്ഷൻ വൈകുന്നതിന് കാരണം സർക്കാർ തന്നെയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി പറയുന്നത് യാതൊരു സംശയമില്ല. ഇവര് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷനാണ് കുഴപ്പം. ആ ഇലക്ഷൻ കമ്മീഷനിൽ ഈ കുറ്റമെല്ലാം വെച്ചു കൊടുത്തിട്ട് രക്ഷപ്പെടുക, എന്നിട്ട് അവരുടെ ഉദ്ദേശം വളരെ സാവധാനം നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നുള്ളതാണ് UDFന്റെ അല്പകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്കാലത്ത് പിടിക്കുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതാണ് ഇതിന്റെ ആധികാരികത.
ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ റിലേ ചെയ്യുന്ന ആരെയാ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ സഹായകരമായ ഒരു നിലപാടാണ് ഈ ഗവൺമെന്റ് എടുക്കേണ്ടത്. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഒരു ഭരണഘടനാപരമായ എന്തെങ്കിലും കൺഫ്യൂഷൻ ഇതിനകത്തുണ്ടോ? സർക്കാരിനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിനോ ഈ നിയമകാര്യങ്ങൾ അറിയില്ലേ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിൽ ഒരു കൺഫ്യൂഷനും ഈ കാര്യത്തിലില്ല. കൃത്യമായി ഇലക്ഷൻ നടത്തുക എന്നുള്ളത് ഭരണഘടന അനുശാസിക്കുന്ന ചട്ടമാണ്, അത് പാലിക്കേണ്ടതാണ്. ഇതിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് വന്ന ഡിലേ ഉണ്ട്, അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്ന ഡിലേ ആണ്. ഇപ്പോൾ ഈ വ്യക്തമായി നിശ്ചയിച്ചിട്ടുള്ള ഈ തീയതിക്ക് മുമ്പ് നടത്താതിരിക്കാൻ കമ്പല്ലിംഗ് ആയിട്ടുള്ള ഒരു റീസണും ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ 2010 നമ്മളുടെ വോട്ടർ പട്ടിക അനുസരിച്ച് ഇലക്ഷൻ നടത്തിയാൽ ആർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്, ആരുടെയൊക്കെ അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്, ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഗവൺമെന്റ് പോകുന്ന രീതിയിൽ 69ഓളം പഞ്ചായത്തുകൾ പുതുതായി കൊണ്ടുവരികയും 2 മുനിസിപ്പാലിറ്റികളും രണ്ട് കോർപ്പറേഷനുകളും പല മുനിസിപ്പാലിറ്റികളും മാറ്റിമറിക്കുന്നതിലൂടെ ഒരുപാട് സമയനഷ്ടമുണ്ടാകുകയും ഇപ്പോൾ ഒരു കാരണവശാലും കൃത്യസമയത്ത് ഇലക്ഷൻ നടത്താൻ പറ്റുന്ന സംവിധാനം ഇല്ലാതെയാകും സാഹചര്യത്തിലാണ് കോടതി അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നത്. അത് തന്നെയാണ് ഹൈക്കോടതിയുടെയും ഇതുവരെയുള്ള തീരുമാനം. ഹൈക്കോടതിയുടെ മുമ്പിൽ യുക്തിസഹമായ വളരെ കമ്പലിംഗ് ആയിട്ടുള്ള ഒരു റീസൺ വെക്കാൻ വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. ഇന്ന് അരമണിക്കൂർ നിന്ന് AG കാര്യങ്ങൾ വാദിച്ചെങ്കിലും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ചീഫ് ജസ്റ്റിസ് വളരെ ലിബറലായി കാര്യങ്ങൾ കാണുന്ന ആളാണ്. ജസ്റ്റിസ് ഷെഫീഖ് ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയിട്ടുള്ള ദീപക് താങ്കളുടെ ശ്രദ്ധയിലേക്കായിട്ട് സർക്കാരിന്റെ നിലപാട് പരിഗണിച്ച ശേഷം ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ നടത്തിപ്പ് ക്രമീകരിക്കാം എന്നാണ്. ഇലക്ഷൻ നടത്തിപ്പ് ക്രമീകരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. സർക്കാരിന്റെ നിലപാട് കൂടി പരിഗണിച്ച ശേഷം എന്ന് പറയുന്നുണ്ട്. അതൊരു ലൂപ്പോളായി മാറുമോ? ഒരു കാരണവശാലും സർക്കാരിന്റെ നിലപാട് ഓൾറെഡി പരിഗണിച്ച് കഴിഞ്ഞതാണ്. 2.5 വർഷത്തിൽ പല പ്രാവശ്യം റിമൈൻഡർ കൊടുത്തു കഴിഞ്ഞതാണ്. സമയാധിഷ്ഠിതമായി ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ, ഒരു ഭരണഘടനാ അതോറിറ്റി ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, സമയാധിഷ്ഠിതമായി ഈ ഇലക്ഷൻ നടത്താൻ 2010 വോട്ടർ പട്ടിക ഉപയോഗിച്ച് ഇലക്ഷൻ പ്രഖ്യാപിക്കുക എന്നൊരു രീതി മാത്രമേ ഉള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ ഈ സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ ഈ കേസ് വാദത്തിന് വരുമ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുമായിരുന്നു. ഇത് പരിപൂർണമായും ഡീലിമിറ്റേഷൻസ് പുനരീകരണ ശേഷം മാത്രമേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നുള്ളൂ, അതിന് സമയം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊരു നിലപാട് ഇലക്ഷൻ നമുക്കറിയാം. കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പിൽ 1-2 കോർപ്പറേഷൻ ഒഴികെ ബാക്കിയുള്ള UDF-ന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ എടുത്താലും UDF-നാണ് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. ആശങ്കയ്ക്ക് വകയില്ലാത്തൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണെന്നാണ് കോൺഗ്രസ് UDF-കാരെല്ലാം പറയുന്നത്. അരുവിക്കര തെരഞ്ഞെടുപ്പ് ഫലം മുന്നിലുണ്ട്. വല്ലാതെ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യം ഘടകകക്ഷികളുടെ സമ്മർദ്ദം മാത്രമാണ്. ജയം ഉണ്ടാകും എന്നുള്ളത് അവരുടെ സംശയമല്ലല്ലോ. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അതല്ലല്ലോ. അതാണ് യഥാർത്ഥ പ്രശ്നം. ഇവര് ലീഗിന് കീഴടങ്ങുന്നു. ലീഗ് പറയുന്നത് പോലെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുക എന്നുള്ളതാണ്. ജയോ പരാജയോ അല്ല UDF-നെ ഇതിൽ ഇപ്പൊ ഈ തരത്തിലുള്ള തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ലീഗിന്റെ സമ്മർദ്ദം, ചില മേഖലകൾ ഞങ്ങളുടെ ആധിപത്യം അംഗീകരിക്കണം, അതിന് UDF-ന്റെ തീരുമാനം എന്തോ മറ്റെന്തോ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഈ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ലീഗിന്റെ നിലപാടിനെ അനുകൂലിക്കുകയാണ് ഈ ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പാതകം ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. ഈ പഞ്ചായത്ത് മുഴുവൻ ലീഗാണോ? ഞാൻ ചോദിക്കുന്നത്, ഈ പുതുതായി രൂപീകരിച്ച അല്ലെ പൽപ്പുമാർ എന്താ ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഉണ്ടായ മുഴുവൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അത്രമാത്രം പ്രസക്തി ഇല്ല. കേരളം മുഴുവൻ ലീഗാണോ? അതൊരു പൊതുവായിട്ടുള്ള അഭിപ്രായ പ്രകടനമായിട്ട് കണ്ടൂടെ? സ്വാധീന കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന UDF-ന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അല്ല, ഇതിൽ പറയുന്നത് ലീഗിന് വഴങ്ങുന്ന അദ്ദേഹം പറഞ്ഞത് ഞാനൊരു തിരുത്തു വരുത്തുകയാണ്. ലീഗിനെ കൃത്യമായി ഒതുക്കി, അതാണ് പറയേണ്ടത്. എങ്ങനെ? അല്ലെങ്കിൽ നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ. ലീഗ് പറയുന്ന പോലെ കാര്യങ്ങൾ അങ്ങ് നടപ്പാക്കിയാൽ മതിയായിരുന്നു. നടപ്പാക്കരുത് എന്നുള്ള അജണ്ടയുണ്ട്, എന്നാൽ ലീഗിനെ കൺവിൻസ് ചെയ്യണം. അതല്ലേ നടന്നത്. അതാണ് ലീഗ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൽകുമ്പോൾ ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാവണ്ടേ? ഇവിടെ ഞങ്ങൾ ലീഗിനെ ഒതുക്കാനുമില്ല, ലീഗ് ഞങ്ങളുടെ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുമില്ല. സ്വാഭാവികമായും ഈ പുതിയ പഞ്ചായത്ത് രൂപീകരണം, വാർഡ് വിഭജനമൊക്കെ എല്ലാ കാലത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന അനിവാര്യമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഹൈക്കോടതി ഇവർ പറയുന്ന പോലെ ഹൈക്കോടതി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോയിട്ടില്ല.
ടെക്നിക്കലായിട്ട് മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. കോൺഗ്രസ് ചെയ്യുന്നുണ്ട്, ഇരയോടും വേട്ടക്കാരനോടും ഒപ്പം ഓടുകയാണ്. അത് ലീഗ് ശ്രീ VS പത്മകുമാർ, താങ്കൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനോട് വഴങ്ങുകയല്ല, പൂർണ്ണമായിട്ട് കോൺഗ്രസ് കീഴ്പ്പെടുകയാണ്. സ്ഥിരം പറയുന്നല്ലെന്നേ. അല്ല, അവരുടെ ആവശ്യം നടക്കുന്നില്ല. രാവിലെ സർക്കാർ KPCC ഏകോപന സമിതി യോഗം ഇന്ദിരാഭവനിൽ ചേരുന്നു. യുനാനിമസ് ആയിട്ട് അപ്പീൽ പോകേണ്ട, തിരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തണമെന്ന് തീരുമാനിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഘടകകക്ഷികളുടെ യോഗം ചേർന്നിട്ട് പറയുകയാണ് അപ്പീലിന് പോകണം. CM അനൗൺസ് ചെയ്യാണ്. പിറ്റേന്ന് അപ്പീലിന് പോവുകയാണ്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് രാവിലെ ഒരു അഭിപ്രായം, ആ അഭിപ്രായത്തിന് നേരെ വിപരീതമായിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം കേട്ടിട്ട് തീരുമാനം മാറുന്നു. അതിൽ നിന്ന് തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങുകയാണെന്ന് പൂർണ്ണമായിട്ടും സർക്കാർ KPCC ഏകോപന സമിതിയിൽ അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ല. നിയമപരവും സാങ്കേതികപരമായ പ്രശ്നങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുക. വാർത്താമാധ്യമങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു. മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുന്നു, മുഖ്യമന്ത്രി ലീഗ് പറയുന്നത് കേൾക്കുന്നു. പറഞ്ഞത് വാർത്താമാധ്യമങ്ങൾ KPCC പ്രസിഡന്റ് പരസ്യമായ മീഡിയകൾ പറഞ്ഞാണ്. ഈ അല്ല, എന്തായാലും ഇപ്പൊ വിധി വരാൻ പോകണല്ലോ. രണ്ട് മറ്റന്നാൾ വിധി വരും. തീർച്ചയായും തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയല്ലേ താങ്കൾ അനുമാനിക്കുന്നത്? സ്വല്പം വൈകുമെന്നാണ് ശ്രീ JR പത്മകുമാറിന്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് വൈകിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തും എന്നുള്ള രീതിയിൽ ഞാനെന്തായാലും ആ സാധ്യത കാണുന്നില്ല. കാരണം 2005 സുപ്രധാനമായിട്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്, 5 അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കിഷൻ സിംഗ് വേഴ്സസ് എനിക്ക് തോന്നുന്നു അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഒരു കാരണവശാലും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നീട്ടുമെന്ന് തീരുമാനിച്ചു. അപ്പൊ കഴിഞ്ഞ വർഷം അതുകൊണ്ട് തന്നെ നീട്ടിവെക്കാൻ ഒരു സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഇതിപ്പോ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. പക്ഷേ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ലീഗിന് കീഴ്പ്പെടുന്നു എന്നതിനപ്പുറത്ത് ലീഗ് പ്രകോപിതരായിരിക്കുന്നു. വിഴിഞ്ഞത്ത് ഇല്ല, സിയാലില്ല, പാണക്കാട്ട് യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. KP മജീദ് പ്രകോപിതനായി സംസാരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF നേതൃത്വം നേരിടേണ്ടി വരുന്ന വെല്ലുവിളി. അതിന് വേട്ടക്കാരന്റെ ഇരയുടെ ഒന്നും ഉപമ ആവശ്യമില്ല. എന്തായാലും മുസ്ലിം ലീഗിനെ സൂക്ഷിക്കണം, അതാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PS സലീം, അതോടൊപ്പം അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ഡൽഹിയിൽ നിന്ന്, അഡ്വക്കേറ്റ് JR പത്മകുമാർ, ശ്രീ VS പത്മകുമാർ CPM നേതാവ്, ഒപ്പം മുസ്ലിം ലീഗ് യൂത്ത് നേതാവായിട്ടുള്ള ശ്രീ PK ഫിറോസ്. ഒരിടവേള.